ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. അവസാന ഓവറിലാണ് ഇന്ത്യ വിജയം നേടിയെടുത്തത്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ ടീമിനെ ഒന്ന് പേടിപ്പിച്ചു. ഇന്ത്യ തിരിച്ചടിച്ചു. ഇപ്പോഴത്തെ ഇന്ത്യ കളി ജയിച്ച ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. തിലക് വർമ്മയാണ് ഇന്ന് ഇന്ത്യൻ ടീമിനെ രക്ഷക്കെത്തിയത്. അല്ലെങ്കിൽ സഞ്ജുവാണ് കളിക്കാറ്. ഇന്ന് ജയിച്ചപ്പോൾ ഇന്ത്യ 2-1 പരമ്പരയിൽ മുന്നിലായിരിക്കുകയാണ്. ഇന്നത്തെ മൂന്നാം T20 ജയിച്ച് കോച്ച് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ T20 ടീം മികച്ചവരാണ്. സഞ്ജു അല്ലെങ്കിൽ തിലക് വർമ്മ, ഒരാൾ ഫോം ഔട്ട് ആകുമ്പോൾ മറ്റൊരാൾ കളിക്കുന്നുണ്ട്. ഇതുപോലെയായിരിക്കണം ഒരു ടീം. പക്ഷേ സഞ്ജു ഇന്ന് ഡെക്കിൽ പുറത്തായതിൽ എനിക്ക് വിഷമമുണ്ട്. സഞ്ജു മികച്ചൊരു പ്ലെയറാണ്. പക്ഷേ അവസാനത്തെ 2 മാച്ച് അവൻ ഡെക്കിൽ പുറത്തായി. അവൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണം. സഞ്ജുവിന് വേണ്ട ഉപദേശങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. സഞ്ജു ഇനിയും സെഞ്ചുറികൾ അടിക്കട്ടെ. അതുപോലെ തിലക് വർമ്മ മികച്ചൊരു പ്ലെയറാണ്. അവൻ്റെ ആദ്യത്തെ സെഞ്ചുറിയാണ് ഇന്ന് പിറന്നത്. അവനിൽ നിന്ന് ഇനിയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കളിയോടുകൂടി ഞങ്ങൾ 2-1 പരമ്പരയിൽ മുന്നിലായി. T20 പരമ്പര ഇന്ത്യ നേടുമെന്ന വിശ്വാസത്തിലാണ് ഞാനിപ്പോഴും. T20 ടീമിൽ എനിക്ക് വിശ്വാസമുണ്ട്. സൂര്യകുമാറും ഫോമിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യ ജയിച്ചത് ഭാഗ്യം കൊണ്ടാണ്. പാണ്ഡ്യ വളരെ മോശം ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ഇത്രയുമധികം റൺസ് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. മാർക്കോ ജാൻസൺ ശരിക്കും ഇന്ത്യൻ ടീമിനെ വിറപ്പിച്ചു. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യ കളിക്കട്ടെ എന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഗൗതം ഗംഭീർ ഇപ്പോഴും സഞ്ജുവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സഞ്ജു ഡെക്കിൽ പുറത്തായാലും സഞ്ജുവിൻ്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് ഗംഭീറിന് അറിയാം. അതുകൊണ്ടാണ് ഗംഭീർ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി അടിക്കാൻ സാധ്യതയുണ്ട്. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ലാസ്റ്റ് T20 ആണ് അടുത്ത മാച്ച്. ഇന്ന് ഇന്ത്യൻ ടീമിന് പണിയായത് മാർക്കോ ജാൻസന്റെ ബാറ്റിംഗ് ആണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇന്ത്യ കുറച്ചും കൂടി ശ്രദ്ധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.